ഈശംശയെ സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനുമായി നമ്മൾ പ്രത്യേകം പരിശീലിക്കുന്ന ദിവസങ്ങളാണല്ലോ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞ മനോഹരമായ വചനമുണ്ട്. നന്മ നിറഞ്ഞ മറിയം. നന്മ നിറഞ്ഞ മറിയം എന്ന് പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്തത് ആരാണ്? സ്വർഗമാണ്, മാലാഖയാണ്. നന്മ നിറഞ്ഞവളെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ നന്മകളുടെയും പൂർണ്ണതയായ വ്യക്തിയാണ് നന്മ നിറഞ്ഞവൾ എന്ന് വിളിക്കുക. വിശുദ്ധ ഔസേപ്പിതാവിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന മനോഹര വചനമുണ്ട്. ആ മനുഷ്യൻ നീതിമാനായിരുന്നു. നീതിമാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എല്ലാ നന്മയും പൂർണ്ണതയിൽ നിലനിൽക്കുന്ന വ്യക്തി. അപ്പോൾ എല്ലാ നന്മയുടെയും പൂർണ്ണതയായ ഔസേപ്പിതാവിൽ നിന്നും എല്ലാ നന്മയും നിറഞ്ഞ പരിശുദ്ധ അമ്മയും ഒരുമിച്ച് ചേർന്നപ്പോഴാണ് തിരുക്കുടുംബം ഉണ്ടായത്. ആ തിരുക്കുടുംബത്തിലാണ് ദൈവം തൻ്റെ പുത്രനെ ഈശോയെ വളർത്താൻ വേണ്ടി ദൈവം ഏൽപ്പിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കളൊക്കെ നന്മ നിറഞ്ഞവരും സ്നേഹമുള്ളവരും അനുസരണമുള്ളവരും സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ ഉപകാരമുള്ളവരും ദൈവത്തിൻ്റെ മക്കളുമൊക്കെയായി ഈ ലോകത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? നന്മ നിറഞ്ഞവരായിരിക്കണം. നന്മയുടെ പൂർണ്ണതയുള്ളവരായി ഔസേപ്പിതാവിനെ പോലെ ലോകത്ത് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമുക്കറിയാം, നന്മ എന്നുള്ളത് തന്നെ ഉണ്ടായി വരികയില്ല, തിന്മ തന്നെ ഉണ്ടായി വരും. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഭവനത്തിൽ നമ്മൾ നല്ലൊരു പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കാമെന്ന് കൂട്ടിക്കോ. ആ പൂന്തോട്ടം നമ്മൾ നട്ട് വളർത്തി വളമിട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ച് കൊണ്ടുവന്നവൻ മാത്രമേ അതിൽ മനോഹരമായ പൂക്കളുണ്ടാകത്തുള്ളൂ. എന്നാൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വെറുതെ കിടക്കുന്ന സ്ഥലം, അവിടെ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും തന്നെ കിളുത്തു വരുന്ന സാധനമാണ് പുല്ല്, മറ്റ് കാട് ഒക്കെ കിളുത്തു വരും. അപ്പോൾ നന്മയുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം അതിന് മുമ്പിൽ പരിശ്രമം ചെയ്യണം. തിന്മയുണ്ടാകണമെന്നുണ്ടെങ്കിലോ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ ഇരുന്നാൽ മതി. അപ്പോൾ വെറുതെ ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തിന്മയുടെ പ്രവർത്തനങ്ങളുമൊക്കെ രൂപപ്പെട്ടു വരുമെങ്കിൽ, നന്മ ഉണ്ടായി വരണമെങ്കിൽ അതിൻ്റെ പുറകിൽ നന്നായി പരിശ്രമം ചെയ്യണം, യാഗം ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം. എങ്കിൽ മാത്രമേ നന്മയുള്ളവരായി നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ നന്മ നിറഞ്ഞ മാതാപിതാക്കളായി സ്നേഹമുള്ള മക്കളെയൊക്കെയായി കുടുംബങ്ങൾ ജീവിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ ഔസേപ്പിതാവിനെ പോലെ നീതി നിറഞ്ഞവരും നന്മ നിറഞ്ഞവരുമായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.